കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒന്നിച്ച ഹല്ലേലൂയ. ഇപ്പോൾ കാലം തിരുവചനത്തോടുകൂടി ആയിരിക്കുവാൻ ദൈവം ഒരവസരത്തെ കൂടെ കർത്താവിടുന്ന ദാനം ചെയ്തിരിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിന്തയ്ക്ക് ആധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഹാലലോയ്യ. സ്തോത്രം ചെയ്യുന്ന രാജാവേ, ഹാലലോയ്യ. അപ്പാ നന്ദിയോടെ വാഴ്ത്തുകയാണ് അപ്പച്ചനെ. ഹാലലോയ്യ. ഈ വചനത്തെ തിരുക്കരങ്ങളിലേക്ക് തരികയാണ് പിതാവേ. ഹാലലോയ്യ. നീ വാഴ്ത്തി നുറുക്കി തരുമാറാകണമേ കർത്താവേ. ഹാലലോയ്യ. തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇത് വിടുതലായി ഭവിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. നാവോട് ഉദരത്തോട് കൂടെ ഇരിക്കണമേ. ആത്മാവിൻ്റെ മറബിലെ സ്വർഗമേ അവിടുന്ന് മറച്ചു കൊള്ളുമാറാകണമേ. തിരുരക്തം കൊണ്ട് അവിടുന്ന് മുദ്രണം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലലോയ്യ. തൻ്റെ മക്കൾക്കെതിരെ നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവേ, എല്ലാ ബലഹീനതകളെ ഇന്ന് പകൽക്കാലം ഉടച്ചുകൊണ്ട് കർത്താവേ പുതുബലത്തോടുകൂടെ തൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കപ്പെടേണ്ടതിന് സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തെ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു. ഹല്ലേലൂയ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്നുള്ള ഒരു വാദമാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു പറയുകയാണ്, ആമേൻ, നിങ്ങൾ തിരിഞ്ഞ് ഈ ആമേൻ ഹല്ലേലൂയ കുഞ്ഞു മക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ താഴ്മയുടെ അടയാളത്തെ കാണുകയാണ്, വിനയത്തെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സഹിഷ്ണുതയെ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ധനം കൊണ്ട് മാനം കൊണ്ടുമല്ല സ്വർഗരാജ്യം കൈവശമാക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സമ്പത്ത് കൊണ്ട് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ല. ആമേൻ. വിദ്യാഭ്യാസം കൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മെ താഴ്ത്തി ദൈവകരങ്ങളിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താഴ്മ ധരിക്കണം. ഹല്ലേലൂയ. ഏറ്റവും വലിയവൻ എന്നുള്ള ചിന്തയല്ല, ധനാഢ്യൻ എന്നുള്ള ചിന്തയല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിദ്യാസമ്പന്നൻ എന്നുള്ള ചിന്തയല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താഴ്മ ധരിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആമേൻ. പരീക്ഷനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചതുപോലെ അല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലെല്ലാം ദശാംശം കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞുള്ള ആമേൻ വാദഗതിയോടുകൂടുള്ള പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. താഴ്മ ധരിച്ചുള്ള പ്രാർത്ഥന ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെങ്കിൽ ദൈവപ്രസാദം എൻ്റെ നിങ്ങളുടെ മേൽ വെളിപ്പെടുമെന്നുള്ളതിന് ഒരു മാറ്റമില്ല. ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം എത്ര പേർ താഴ്മ ധരിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറെടുക്കും? ഹല്ലേലൂയ. ആമേൻ. എങ്കിൽ സ്വർഗം നമ്മുടെ മേൽ കരുണ കാണിക്കുവാൻ ഇടയാകും. സ്വർഗം നമ്മുടെ മേൽ പ്രസാദിക്കുവാൻ ഇടയാകും. ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ പലരെയും ബലഹീനതകൾ ഭരിക്കുന്നതായി കാണുകയാ. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകുന്ന അനുഭവം, തളർന്നു പോകുന്ന അനുഭവം, ബലം കെട്ടുപോകുന്ന അനുഭവം എന്ന പകൽക്കാലം ഹല്ലേലൂയ ആത്മാവാകുന്ന ദൈവത്തിൽ ആശ്രയം വെക്കുക. ഹല്ലേലൂയ. പുതുബലം നിങ്ങളുടെ മേൽ നിറവേറുമാറാകട്ടെ. പുതുശക്തി നിങ്ങളുടെ മേൽ
ശാപങ്ങളെ കുടഞ്ഞു കളയ, വെല്ലുവിളികളെ കുടഞ്ഞു കളയ. യേശുവിന്റെ നാമത്തിൽ ബലം ധരിക്ക, ബലം ധരിക്ക. വചനം പറയുന്നു, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന്. ആമേൻ, ഹല്ലേലൂയ. വലിയവനാകുന്നു. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തന്നെത്താൻ താഴ്മ ധരിക്കുക എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ദൈവഭക്തൻ പറഞ്ഞത് നാം കേട്ടല്ലോ. ഹല്ലേലൂയ. താൻ 30 ദിവസം പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാ ദിനവും തന്റെ അധ്വാനം കഴിഞ്ഞിട്ട് ആമേൻ, ഹല്ലേലൂയ, 7:30 മണിക്ക് ആ കുടുംബത്തിൽ ചെന്ന് ആ മക്കളില്ലാത്ത മകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ആമേൻ, ഹല്ലേലൂയ, പിതാവ് ആമേൻ, ഹല്ലേലൂയ, തന്റെ അധ്വാനത്തിന്റെ ക്ഷീണവും ആ വിയർപ്പ് തുള്ളിയുടെ ഹല്ലേലൂയ ഭാരവും ഒന്നും കണക്കിലെടുക്കാതെ വേണം ഹല്ലേലൂയ ഒരു തലമുറയ്ക്ക് വേണ്ടി മുഴങ്കാലുകളെ മടക്കി തന്നോട് ഇടപെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ സ്വർഗത്തിലേക്ക് നോക്കി ആമേൻ, ഹല്ലേലൂയ, ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനിടയായി. 30 ദിനമായപ്പോൾ ആ മകളുടെ ഹല്ലേലൂയ ഉദരത്തിന്മേൽ ഒരു ശിശുബലം ഉരുവായി വരുവാനിടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇതാണ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന പാപിക്കും രോഗിക്കും സൗഖ്യമെന്ന് പാട്ടുകാരൻ പാടുകയാ. ഹല്ലേലൂയ. പാപിക്കും രോഗിക്കും സൗഖ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കും, മാരകമാകുന്ന പാപം ചെയ്തിട്ട് ഇരിക്കുന്ന പാപി എന്നല്ല. ആമേൻ, ഹല്ലേലൂയ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച് ഓ ഹല്ലേലൂയ തന്നെത്താൻ താഴ്മ ധരിച്ച് മാനവരാശിക്ക് വേണ്ടി സ്വർഗീയ ഹല്ലേലൂയ പദവിയെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ ആമേൻ ഹല്ലേലൂയ ജന്മമെടുത്ത് ആമേൻ സാധാ ഒരു മനുഷ്യനായി ഒരു ഹല്ലേലൂയ സ്ത്രീയുടെ ഉദരത്തിൽ മനുഷ്യനായി ജന്മമെടുത്ത ആ കർത്താവിന്റെ നാമം ആമേൻ അവിടെ ഉയരുവാൻ കാരണമായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, താഴ്മ ധരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം നിലകൊള്ളുവാനിടയായി തീരും. താഴ്മ ധരിക്ക്, താഴ്മ ധരിക്ക്, താണിരുന്ന് പ്രാർത്ഥിക്ക്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ദൈവം മറുപടി തരുവാൻ ഇടയായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, എങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പറയാണ്, ഇങ്ങനെയുള്ളൊരു ദൈവ പൈതലിനെതിരെ ആരെങ്കിലും ഹല്ലേലൂയ എന്തെങ്കിലും വകഞ്ഞുണ്ടാക്കിയാൽ എന്തെങ്കിലും പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചാൽ അവരുടെ കഴുത്തില് വലിയൊരു തിരിക്കല്ല് കെട്ടി ആമേൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്നത് നല്ലത്. യേശുവിന്റെ നാമത്തിൽ വാഴും തലമുറകൾക്കെതിരെ സന്തതികൾക്കെതിരെ വിളിക്കപ്പെട്ട ദൈവിക പൈതങ്ങൾക്കെതിരെ പോരാടി നിൽക്കുന്ന എതിരികളും എതിർപ്പുകളും പ്രതികൂലങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ഇങ്ങനെയുള്ള ആമേൻ ഹല്ലേലൂയ കുഞ്ഞിന് വിരോധമായി ആരെങ്കിലും പോരടിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഹല്ലേലൂയ ഇങ്ങനെയുള്ള തലമുറകളുടെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് എതിരെ പോരാടുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ പ്രമാണം എന്ന പകൽക്കാലം വിളിച്ചു പറയുകയാണ്,
മാതാപിതാക്കളോട് പോരാടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, പൂർവ്വ പിതാക്കന്മാരോട് പോരാടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആൾക്കാരോട് മല്ലിടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ശത്രുവായവൻ എഴുന്നേൽക്കുന്നത് കുഞ്ഞുമക്കൾക്കെതിരെയാണ് എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തില് അങ്ങനെയുള്ള ഹല്ലേലൂയ ദുഷ്ടന്റെ തന്ത്രങ്ങൾ, ദുരാലോചനകൾ യേശുവിന്റെ നാമത്തില് വിട്ടു പോ. യേശുവിന്റെ നാമത്തില് വിടുതൽ വെളിപ്പെടട്ടെ. കുഞ്ഞുമക്കളെ ഹല്ലേലൂയ പത്യോപദേശത്തില് പോറ്റി വളർത്തുവാൻ മാതാപിതാക്കളെ ദൈവം ഒരുക്കുമാറാകട്ടെ. എല്ലാ ശാപദോഷങ്ങളും വെല്ലുവിളികളും ഇന്ന് പകല് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. വചനം പറയാണ്, ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരുക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നല്ലത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ബാലശിക്ഷകൾ വരുന്നത് ആവശ്യം തന്നെ, പക്ഷേ വചനം വിളിച്ചു പറയുക, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഭൂമിയിലെ ജീവിതം അതേ ദൈവ പൈതലേ, ഒന്നും തിരിച്ചറിയുവാൻ ആമേൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കെതിരെ ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ ഭൂമിയിലുള്ള വാസം ഹല്ലേലൂയ കഠിനമാകുന്ന നാളുകളായിരിക്കും. Praise God, hallelujah. Thank you Jesus. ആയതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളും എന്നും ഇല്ല ഇല്ല എന്നും ആകട്ടെ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അരുതാത്തതൊന്നും നാവിൽ നിന്ന് ഉയരാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ നാവുകളെ കടിഞ്ഞാണിട്ട് കാക്കേണ്ടുന്നത് ആവശ്യമത്രേ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നാവ് ചെറിയൊരു അവയോഗമെങ്കിലും അത് വലിയ കാടിനെ കത്തിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. അത് മരണത്തിന് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ഇടയാക്കുന്നുവെന്ന്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പ്രമാണം വിളിച്ചു പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആ ദൈവത്തിന്റെ വചനത്തെ ആമേൻ സ്വാഗതം ചെയ്യും? ദൈവ പൈതലേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം വരുത്താം? അതിനെ പുറത്ത് കളഞ്ഞിട്ട് ചകട്ടുവാൻ അല്ലാതെ വണ്ണം അത് മറ്റൊന്നിനും കൊള്ളുന്നതല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഓരോ ദൈവമക്കളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആമേൻ കൃപയോടെ കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. ഉപ്പ് കാരമില്ലാതെ പോയാൽ മനുഷ്യർ ചകട്ടുവാനിടയാകും. ആമേൻ. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവാകുന്ന ഉപ്പിനെ ആമേൻ നാം പ്രാപിച്ചിട്ട് അത് ഹല്ലേലൂയ സ്വാദിഷ്ടം പകർന്നില്ല എങ്കിൽ നമ്മെ ദേശം ചവിട്ടുവാൻ, സഭ ചവിട്ടുവാൻ, സമൂഹം ചവിട്ടുവാൻ മുഖാന്തരമായി തീരും. അത് വരാതിരിക്കത്തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഹല്ലേലൂയ ധ്യാനം, നമ്മുടെ കൂടിവരവ്, നമ്മുടെ കൂട്ടായ്മ ഇതെല്ലാം ദൈവ പ്രസാദമുള്ളതായി മാറുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരണം. ദൈവ പൈതലേ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അവിടെ വചനം പറയുകയാണ്, ഈ ഹല്ലേലൂയ ഇങ്ങനെയുള്ള ശിശുവിനെതിരെ പോരാടുന്ന വ്യക്തിയെ ആമേൻ ഹല്ലേലൂയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി സമുദ്രത്തിലെ ആഴത്തിലേക്ക് താഴ്ത്തിക്കളയണമെന്ന് വചനം പറയുന്നു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുഞ്ഞുമക്കളെ നോക്കി ഹല്ലേലൂയ ശപിക്കുന്നവർ, കുഞ്ഞുമക്കളെ നോക്കി എതിരെ പ്രാർത്ഥിക്കുന്നവർ, കുഞ്ഞുമക്കളെ നോക്കി നേർച്ചകളും കാഴ്ചകളും ഇടുന്ന ഹല്ലേലൂയ വ്യക്തിത്വമേ, ഇന്ന് പകൽക്കാലം വചനം പറയാണ്, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരുടെ ജീവിതം കഷ്ടത നിറഞ്ഞത്, അവരുടെ ജീവിതം ദുഃഖത്താൽ നിറയപ്പെട്ടത്, കണ്ണുനീരാൽ ആട്ടപ്പെടുന്നതായി തീരും. ആയതുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ആ കർത്താവിന്റെ കരങ്ങളിൽ ആമേൻ ഒരു ശിശുവിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ശിശുവിനെ പോലെ നാം മനം തിരിഞ്ഞ് മടങ്ങി വരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്കിൽ നമ്മുടെ മേൽ ദൈവപ്രസാദം ഹല്ലേലൂയ ഉണ്ടാകും. ദൈവം നമ്മെ സ്നേഹിക്കും. കർത്താവിന്റെ പ്രിയ മക്കൾ എന്നുള്ള ആ വിളിക്ക് നമ്മെ അവൻ യോഗ്യതയുള്ളവരാക്കി മാറ്റും. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈ പകൽക്കാലം ആമേൻ ഹല്ലേലൂയ അങ്ങനെയായി തീരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? കുഞ്ഞുമക്കൾക്ക് വേണ്ടി കരുതുവാനും കരയുവാനും സ്വർഗം നമ്മെ ഇരട്ടി ആത്മാവിന്റെ പങ്കോടുകൂടെ ഈ പകൽക്കാലം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.